നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലോ പറയണ്ട, എനിക്കറിയാം. എന്തായാലും എന്റെ കാര്യം സെറ്റായി. ചെറ്റ, നീ വേറെ ആരെങ്കിലും നോക്ക് പെണ്ണെ. അയ്യ, കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും. നോക്കിയിരിക്കത്തേ ഉള്ളൂ. ആ, ഞാൻ ഇരുന്നോളാം. ശോ, കാമുകൻ അവസാനം ആങ്ങളെ. നിനക്കൊരു രാഗിയും കൂടെ കെട്ടി കൊടുക്കായിരുന്നില്ലേ? പോട കുട്ടി. ആർച്ച ജനനി, നിങ്ങളെ പ്രിൻസിപ്പാൾ വിളിക്കുന്നുണ്ട്. ഇപ്പൊ എന്തിനാ? പോയി നോക്കാം. ചിലപ്പോ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 അടി ഉണ്ടാക്കാത്തതിനായിരിക്കും. പോടാ. ആഹാ, കുറച്ചു നാളായി ഇവിടെ ശാന്തമാണല്ലോ. ലീവായിരുന്നോ രണ്ടാളും? ഞങ്ങൾ അപ്പൊ ഞാൻ വിളിപ്പിച്ചതേ, ഞാൻ ഈ വർഷം റിട്ടയർ ആവും. അപ്പൊ എല്ലാം നല്ല ഭംഗിയായി അവസാനിക്കണം എന്ന് എനിക്കൊരു നിർബന്ധം. അപ്പൊ ഞാനിന്ന് നമ്മുടെ കംപ്ലൈന്റ് ബോക്സ് തുറന്നു. മൊത്തം 437 കംപ്ലൈന്റ് കിട്ടി. ചോറുണ്ണാൻ പോലും പോവാതെ മുഴുവൻ ഇരുന്ന് വായിച്ചു. ഇപ്പോഴാ ഇതൊന്ന് വായിക്കാൻ പറ്റി. ഇത്രയും നാൾ ഇതിലും ഇമ്പോർട്ടന്റ് ആയ പല കാര്യങ്ങളും നോക്കാനുണ്ടായിരുന്നല്ലോ. ഫീസുകളൊക്കെ ഉണ്ടാവും, ഉറപ്പല്ലേ? അപ്പൊ കിട്ടിയ 437 കംപ്ലൈന്റുകളിൽ 75 കോളേജ് ബിൽഡിംഗ്, ടോയ്ലറ്റ്, ആർട്സ്, സ്പോർട്സ്, റാഗിംഗ്, ടീച്ചേഴ്സ് ഒക്കെയായി ബന്ധപ്പെട്ടതായിരുന്നു. ബാക്കി 362 നിങ്ങളുമായി ബന്ധപ്പെട്ടതാ. നമ്മളെയോ? എനിക്കറിയില്ല. ഞാനും വൈസ് പ്രിൻസിപ്പാളും കൂടെ അത് വായിച്ച് ചിരിച്ച് ബാക്കി കംപ്ലൈന്റ് ഒക്കെ ഞങ്ങൾ സോൾവ് ആക്കി. ഇനി നിങ്ങളുടെ തീർപ്പാക്കണം. ഞങ്ങൾക്കെതിരെ ആരാ കംപ്ലൈന്റ് തന്നേ? ഞാൻ വായിക്കാം. ബഹുമാനപ്പെട്ട സാർ, ഞാൻ ഇന്നലെ ഇട്ട മയിൽപീലി പച്ച കളർ ടോപ്പിന്റെ അതേ കളർ ഷർട്ടാണ് ഇന്ന് ജനനി ഇട്ടത്. ഇത് എന്നെ കളിയാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവളെ ഈ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം എന്ന് വിനീതപൂർവം അപേക്ഷിക്കുന്നു എന്ന് വിനീതപൂർവം ആർച്ച ഒപ്പ്. അടുത്തത്, ഇന്ന് എനിക്കും ജനനിക്കും ഇടയിൽ നടന്ന അടിപിടിയിൽ എന്റെ നഖം പൊട്ടിപ്പോയി. ആയതിനാൽ ജനനിയുടെ പക്കൽ നിന്നും എന്റെ പൊട്ടിപ്പോയ നഖത്തിനുള്ള നഷ്ടപരിഹാരം മേടിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ആർച്ച ഒപ്പ്. എന്തുവാടി? എന്റെ കണ്ണുകളിലേക്ക് തന്നെ ജനനി നോക്കുന്നത് കൊണ്ടാണ് എനിക്ക് അവളോട് വഴക്കുണ്ടാക്കാനുള്ള ത്വര ഉണ്ടാകുന്നത്. ആയതിനാൽ ജനനിയോട് ഇനി മുതൽ സൺഗ്ലാസ് ധരിച്ച് കോളേജിലോട്ട് വരാൻ പറയണം. പ്ലീസ് 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 എന്ന് ആർച്ച ഒപ്പ്. ജനനിയെ പോലെ അക്രമാസക്തിയായ ഒരു പെൺകുട്ടി കോളേജിനും ഈ നാടിനും ആപത്താണ്. ആയതിനാൽ ജനനിയെ ഈ കോളേജിൽ നിന്നും ഡിസ്മിസ് ചെയ്യണമെന്ന് ആർച്ചയുടെ സഹോദരൻ അർപ്പിത് ഒപ്പ്. അയ്യോ, നിക്കൂ, ഇനി എന്തോരം പരാതി വായിക്കാനുള്ളതാ? വായിച്ചത്ര തന്നെ ധാരാളം. ഇവളെന്ന് എവിടെ പോവാ? വാ നോക്കാം. ഡേ, ജാനു എവിടെ പോവാ? അവള് പോവാണോ? എന്താ കാര്യം? നിങ്ങൾ എന്തിനാ പ്രിൻസി വിളിച്ചേ? പരാതി വായിക്കാൻ. പരാതിയോ? മറ്റേ കംപ്ലൈന്റ് ബോക്സ്. എന്നിട്ട് ഞാൻ അവൾക്കെതിരെ എഴുതിയ പരാതിയൊക്കെ വായിച്ചു. കൂട്ടത്തി ഏട്ടന്റെ പേരിൽ ഞാൻ എഴുതിയതും. നീയോ? ഞാൻ എഴുതിയിട്ട് ലീവ് ലെറ്റർ എന്ന് പറഞ്ഞ ഏട്ടനെ കൊണ്ട് ഒപ്പിടിച്ചു. അപ്പൊ അപ്പേട്ടൻ അത് വായിച്ചില്ലേ? ഇല്ല, പുള്ളി പുതിയ പെയിന്റിങ്ങിന്റെ സ്കെച്ചിങ്ങിലായിരുന്നു. എന്നാ അവളോട് അത് പോയി പറ. എന്തായാലും എന്റെ കാര്യം സെറ്റായി. വേണ്ട, പറയണ്ട. അതെന്താ? അവൾക്ക് അവരുടെ കാര്യം കല്യാണം വരെ എത്തിയതി നല്ല അഹങ്കാരമുണ്ട്. അപ്പേട്ടനാണെങ്കിൽ അനന്തേട്ടനെ വളയ്ക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാരും ഒന്നേന്ന് തുടങ്ങട്ടെ. താങ്ക്സ്. എന്ത് സ്വഭാവാടി? ഇതെങ്ങാനും അവളോടോ അപ്പേട്ടനോടോ പോയി പറഞ്ഞ നിങ്ങളും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഇതൊക്കെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കൂടെ നോക്കണം. മെസ്മറൈസിങ്. താങ്ക് യു. എനിക്ക് ഈ പെയിന്റിംഗ് ആണ് കൂടുതൽ ഇഷ്ടമായത്. എന്നാ ഞങ്ങള് പോട്ടെ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിക്ക് പിന്നെ വരാം. പിന്നെന്താ? പുള്ളി ഒരു തമാശക്കാരൻ തന്നെ. അതെ, ഒടുക്കത്തെ ലുക്കും.
നിങ്ങൾ വലിയ തമാശക്കാരനാണല്ലേ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഹരം കൊള്ളിക്കും അല്ലേ. ഇത് ഞാൻ എവിടെയോ ഞാൻ അക്രമാസക്തയാണല്ലേ. ഇപ്പൊ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഈ നാടിന് ആപത്താണല്ലേ. എന്നാരാ പറഞ്ഞേ? തന്റെ കുഞ്ഞമ്മ. എനിക്ക് കുഞ്ഞമ്മയല്ല, വല്യമ്മയുള്ള ജാനു. തനിക്ക് അറിയില്ല എന്നെ. ജനനി ആരാന്ന് തനിക്ക് ഞാൻ കാണിച്ചു തരാണോ? പോടുന്നു, ഒക്കെ കെട്ടി കഴിഞ്ഞിട്ട് മതി. ഓഹോ, തനിക്ക് ആ വിചാരം മാത്രമേ ഉള്ളൂല്ലേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ കാമപരാന്ത. ജാനുമോളെ വേണ്ട വേണ്ട, തനിക്ക് ഞാൻ കാണിച്ചു തരാടോ അവന്റെ ഒരു പെയിന്റിങ്. തനിക്കൊരു പുതിയ ബ്രഷ് മേടിച്ചോ. ഒക്കെ ഭ്രാന്തായോ? ഷോ, നിങ്ങളുടെ കാര്യം സെറ്റായെന്ന് വിചാരിച്ചതായിരുന്നു. ഹാ, ഇനി എന്ത് ചെയ്യാൻ? അവസാനം ഞാനും അനന്തേട്ടനും കെട്ടേണ്ടി വരും. നിങ്ങൾ എന്നിട്ട് ബ്രേക്കപ്പ് ആയോ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതെന്താ രണ്ടുപേരും ഒന്ന് സൈലന്റ്? ഞങ്ങള് പഠിത്തത്തിൽ ഇങ്ങനെ മുഴുകിയിരുന്നു പോയി. ഹോ, കൊള്ളാലോ. ജാനുവിന് എന്താ പറ്റി? ഒന്നുമില്ലേട്ടാ, പഠിച്ച് പഠിച്ച് ഭ്രാന്തായി. എന്നാ ഒന്ന് പുറത്തു പോയിട്ട് വന്നാലോ? ഹാ, ഞാനില്ല, എനിക്കൊന്ന് കിടക്കണം. എന്നാ കിടന്നു. എനിക്ക് കിടക്കണ്ട, ഞാൻ വരാം. പക്ഷെ ജാനുല്ലല്ലോ, നമ്മള് പോയാ അവൾ ഒറ്റയ്ക്കാവില്ലേ? ഹലോ, കഴിഞ്ഞ 2 വർഷം അവൾ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. അതെ, പക്ഷേ ഓ, നന്ദിയും സ്മരണയൊക്കെ വാക്കിലേ ഉള്ളൂലേ. അയ്യോ, അങ്ങനെയല്ല. ശരി, വാ പോവാം. ജാനു, നീ വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പോക്കോ. ബൈക്കായിരുന്നു നല്ലത്. ബൈക്കിനായിട്ട് സേഫ് അല്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ബീച്ച്. റൊമാൻറ്റിക് പ്ലേസ്. രാത്രി, നിശബ്ദത, തിരമാല, കാറ്റ്, ഞങ്ങൾ രണ്ടും. അതെവിടുന്ന പട്ടി ഓരിയിട്ടെ? ഒരു റിലാക്സ് ആയിട്ട് വാ. ഒറ്റയ്ക്കോ? ഹാ, നീയല്ലേ പഠിച്ചേ, ഞാനല്ലല്ലോ. ശരിയെന്നാ. എൻജോയ് എൻജോയ്. ഓ, എന്റെ ഭഗവാൻ, ഇങ്ങനെ കൊണ്ട് തോറ്റല്ലോ. ഈ തിര എന്നാലാണോ നട്ടപ്പാതിരിക്ക് ഞാൻ വന്നേ? നേരെ പോയെന്ന് ഇഷ്ടാന്ന് പറഞ്ഞാലോ. ഏതാ പെണ്ണ്? എത്ര നാളായല്ലേ? ഹാ, വർഷങ്ങളായി. ആരാ? ഹെ? അല്ല, ഇത് ആരാണ്? ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാ. വെയിറ്റ്, കുട്ടിയെ എവിടെയോ. ഇയാൾക്ക് ടെൻ ബ്രദർ ഉണ്ടോ? ആ, എനിക്ക് മനസ്സിലായി. അപ്പുവിനെയാണോ ചോദിക്കുന്നേ? അർപ്പിത്, പെയിന്റർ. അത് തന്നെ, അവന്റെ പെങ്ങള് തന്നെ. പക്ഷെ ട്വിൻസ് അല്ല. ഓ, ഞാൻ പുള്ളിയുടെ വലിയ ഫാനാ. ഇത്ര ചെറുപ്പത്തിലെ വരച്ചു വെച്ചിരിക്കുന്നത് കാണണം. ഞാനും എന്റെ ഫ്രണ്ടും ഇന്ന് ഷോപ്പിൽ പോയിരുന്നു. ഈസ് റിയലി ടാലന്റഡ്, ഹൈലി ടാലന്റഡ്. അപ്പൊ ശരി, പോട്ടെ അനന്തു. ആ, ഓക്കെ. എന്തായാലും നിന്റെ നമ്പർ കിട്ടിയല്ലോ, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അയ്യോ സോയ, വേണ്ട. വേറെ ആർക്കും നമ്പർ കൊടുക്കുകയും വേണ്ട. നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഞാൻ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തോട്ടെ. ഓ ഷുവർ. അപ്പൊ ബൈ. ബൈ. ബൈ മോളു. ഓക്കെ ആന്റി. ഇവളിങ്ങനാ, എപ്പോഴും തമാശ പറയും. ഓക്കെ, ബൈ. നീ എല്ലാരോടും ഇങ്ങനെയാണോ സംസാരിക്കുക? ആ, അതെ. അതിന് നീ എന്തിനാ ചൂടാവുന്നേ? ഞാൻ ചൂടായില്ലല്ലോ. പിന്നെ ഇതിനെന്താ പറയാ? ഇത് ഞാൻ നോർമൽ ആയിട്ട് സംസാരിക്കുന്ന. നിന്റെ വർത്താനം കേട്ടിട്ട് നീ നോർമൽ അല്ല, അബ്നോർമൽ ആണെന്നാ തോന്നുന്നേ. ഡോ, എനിക്ക് പ്രാന്താന്നല്ലേ താൻ പറഞ്ഞേ? ഹാ, ഇപ്പൊ ഉറപ്പായി. ഇത് അനന്തോട്ടാ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എനിക്കും വരുന്നുണ്ട്. ഓ, വന്ന് വണ്ടി എടുക്ക. നീ വന്ന് പറയുമ്പോ വണ്ടി എടുക്കാൻ ഞാൻ എന്താ നിന്റെ ഡ്രൈവറോ? ഓ, ഞാൻ പറയുമ്പല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ആ പെണ്ണെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കൊണ്ടുപോയനെ. എന്നെയല്ലേ വേണ്ടാത്തെ, ബാക്കി എല്ലാരെയും വേണം. എന്ത്? ഒന്നുമില്ല, ഞാൻ നടന്നു പൊക്കോളാം. നിനക്ക് എന്തെങ്കിലും പറ്റിയ? ഇയാൾക്കൊന്നുമില്ലല്ലോ. ഇല്ല, പക്ഷെ ഞാൻ സമാധാനം പറയണ്ടേ? ഓ, അങ്ങനെ. ഹാ, വന്ന് വണ്ടി കയറി. ഇനി മേലെ നിന്നെയും കൊണ്ട് ഞാൻ എങ്ങോട്ടും പോയി. അതിനി തന്റെ കൂടെ ഞാൻ വന്നിട്ട് വേണ്ടേ? കഴിഞ്ഞോ നിന്റെ ഔട്ടിങ്? പോയ ഉത്സാഹം ഇപ്പൊ കാണുന്നില്ലല്ലോ. നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇവിടെ നല്ല ചൂടിലാണല്ലോ. അപ്പൊ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതേ, അങ്ങേരുടെ മുഖത്ത് നോക്കി ഞാൻ ഇഷ്ടാന്ന് പറയും. അങ്ങേര് ഓക്കേന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടും, ഇല്ലെങ്കിൽ പൊട്ട പുല്ലു നോക്കും. ഓ, ആയിക്കോട്ടെ. എന്തായിരിക്കും സംഭവിച്ചേ?